ദിനേശാണെങ്കിൽ ജോലിയെല്ലാം വേണ്ടെന്ന് വെച്ച് ഒരു റൂമിൽ തന്നെ ഇരിക്കുകയാണ്. അമ്മ ഫോൺ വിളിച്ചാലും അവൻ ഫോൺ എടുത്തില്ല. അതുകാരണം അമ്മ തന്നെ അവന്റെ അടുത്ത് വന്നു. "നനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ?" എന്ന് അമ്മ ചോദിച്ചു. ദിനേശ് മീരയുടെ കാര്യം എല്ലാം പറഞ്ഞു. അപ്പോൾ അമ്മ, "നീ അവളെ കണ്ടു നടന്ന കാര്യം എല്ലാം പറ, അവൾ എന്തായാലും നിന്നെ ഇഷ്ടപ്പെടും" എന്ന് പറഞ്ഞു. അമ്മയുടെ ആ വാക്ക് കേട്ട് ദിനേശ് അവളുടെ അടുത്ത് പോയി. "എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഒരു കോഫി കുടിച്ചാലോ?" എന്ന് ചോദിച്ചു. അവൾ ഒന്നും ആലോചിക്കാതെ "നാളെ ലഞ്ച് കഴിക്കാം" എന്ന് പറഞ്ഞ് ഒരു ഹോട്ടലിന്റെ പേരും പറഞ്ഞു. ഇത് കണ്ട ഫ്രണ്ട്, "ആരാണെന്നറിയാത്ത അയാളുടെ കൂടെ നീ എന്തിനാ ലഞ്ച് കഴിക്കാൻ സമ്മതിച്ചത്?" എന്ന് ചോദിച്ചു. "അവനെ കാണുമ്പോൾ എനിക്കിവനെ നന്നായി പരിചയമുള്ള പോലെ തോന്നി" എന്ന് അവൾ മറുപടി പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് അവർ രണ്ടുപേരും ഹോട്ടലിലെത്തി. അവൾ വേഗം പെട്ടിയിലുണ്ടായിരുന്ന ഗിഫ്റ്റ് എടുത്ത് മേശയിൽ വെച്ചു. അപ്പോൾ ദിനേശ്, "നനക്കെല്ലാം ഓർമ്മയുണ്ടോ?" എന്ന് ചോദിച്ചു. "എനിക്കൊന്നും ഓർമ്മയില്ല, പക്ഷേ ഞാനെന്തോ മിസ് ചെയ്യുന്നതുപോലെ എനിക്ക് തോന്നി" എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ അവൻ, "നിന്റെ ഫോൺ താ" എന്ന് പറഞ്ഞ് അവളുടെ ഫോൺ വാങ്ങി. അവൻ ഡിലീറ്റ് ചെയ്ത ആ വീഡിയോ എടുത്ത് അവൾക്ക് കാണിച്ചുകൊടുത്തു. അത് കണ്ടതും അവൾക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. അവൾ അവന്റെ കൈ പിടിച്ചു. അത് കണ്ടതും ദിനേശിന് സന്തോഷമായി. അങ്ങനെ അവർ തമ്മിൽ ഒന്നിക്കുകയും ചെയ്തു.